നമ്മളൊരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് ഉള്ള വിവാഹം ഇപ്പോൾ വീട്ടുകാർ സമ്മതിക്കാതെ അല്ലെങ്കിൽ വീട്ടുകാർ തടസ്സം നിന്നുകൊണ്ട് ഒക്കെ നിൽക്കുന്നൊരവസ്ഥയാണ്, നമുക്കിങ്ങനെ ഒന്നുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം എന്നോടൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ പ്രണയത്തിലാണ്, പക്ഷേ വീട്ടുകാർ ആ കല്യാണത്തിനെതിരെ നിൽക്കുകയാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എങ്ങനെ വിവാഹം നടത്താം എന്നൊരു ഫ്രണ്ട് എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഭഗവാൻ ശിവൻ തന്നെയാണ് ഏറ്റവും ഉത്തമമായ നമുക്ക് സോഴ്സ് എന്ന് പറയാനാണെങ്കിൽ. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അറിയാലോ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, അറിയാത്തവരാരും ഉണ്ടാവില്ല. തൊട്ടടുത്ത് തിരുവഞ്ചിക്കുളം ക്ഷേത്രമുണ്ട്. അവിടെ ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന സങ്കല്പമാണ്. അതായത് എല്ലാ അമ്പലത്തിലും ശിവൻ്റെ ഒപ്പം തന്നെ പാർവതി ഉണ്ട്, പക്ഷെ അവിടുത്തെ സങ്കല്പം ശിവനും പാർവതി ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ അവിടെ വൈകിട്ട് പള്ളിയറ തൊഴുന്നൊരു പള്ളിയറ വഴിപാടുണ്ട്. അതായത് ഭഗവാൻ ശിവൻ പാർവതി ദേവിയുടെ അടുത്തേക്ക് ഈ അത്താഴപൂജ എല്ലാം കഴിഞ്ഞിട്ട് ദേവിയുടെ അടുത്ത് കൊണ്ടാക്കുന്ന ആ ഒരു ചടങ്ങാണത്. അത് ഈ വിവാഹം കഴിക്കാൻ പോകുന്നവരും ഈ പ്രണയത്തിലായവരും ഇതേപോലെ മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ, അതായത് വേറൊരു ആളുടെ ഭർത്താവിനെയോ ഭാര്യനെയോ ഒന്നും മോഹിക്കരുത്. അങ്ങനെ തെറ്റായ കാര്യങ്ങളിലേക്കൊന്നും നമ്മളത് ചെയ്യരുത്. അപ്പോൾ നമുക്കത് തെറ്റായി തന്നെ ഫലിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഈ ഒരു വഴിപാട് വളരെ നല്ലൊരു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നൊരു വഴിപാടാണ്. അതായത് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കല്യാണം മുടങ്ങി നിൽക്കുന്നവർ, ആഗ്രഹിച്ച വ്യക്തിയായിട്ട് കല്യാണം സമ്മതിക്കാതെ നിൽക്കുന്നവർ, കല്യാണം കഴിയാതെ നിൽക്കുന്നവർ, സ്നേഹിച്ച പുരുഷനെ കിട്ടാൻ ഉള്ളവർ, അങ്ങനെ നല്ല രീതിയിൽ ഓക്കെ അതിനുള്ളതാണ് ഈ പള്ളിയറ വഴിപാട്. അത് പള്ളിയറ വഴിപാടല്ലാതെ പള്ളിയറ തൊഴുക എന്നാണ് പറയുക. പള്ളിയറ വന്ന് തൊഴാനാണ് എപ്പോഴും അവിടുത്തെ നമ്പൂരി നമ്മളോട് പറയാറ്. അപ്പോൾ അത് 7 ആഴ്ച അത് അടുപ്പിച്ച് ചെയ്യണം. അത് വളരെയധികം നമ്മുടെ ലൈഫിൽ മാറ്റം തരുന്നൊരു വഴിപാടാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയും അനുഭവിക്കുന്നവരാണെങ്കിൽ ഇത് ഒന്ന് ശ്രമിക്കുന്നത് വളരെയധികം നന്നായിരിക്കും.